അമിത്ഷാ സഭയിൽ വരണം. ഉപരാഷ്ട്രപതി കൂടിയായ രാജ്യസഭാ അധ്യക്ഷൻ ഉത്തരവിട്ടു. കേരളത്തിലെ സുഡാപ്പി ചാനലുകളും ലെഫ്റ്റ് ഹാൻഡിലുകളൊക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അമിത്ഷാ വരണമെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഇവരാഗ്രഹിക്കുന്നത് ഭരണപക്ഷത്തിന് ഉപരാഷ്ട്രപതിയോട് രാജ്യസഭാ അധ്യക്ഷനോട് ഒരു അതൃപ്തി തോന്നും. എന്നിട്ട് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ സംഭവിച്ചതുപോലെ, ജഗദീപ് ധൻഖറിന് സംഭവിച്ചതുപോലെ CP രാധാകൃഷ്ണനും രാജിവെച്ച് പോകും. രാജിവെച്ച് പോകേണ്ടുന്ന സ്ഥിതി ഉണ്ടാകും എന്നൊക്കെയാണ് മാധ്യമ ശിങ്കങ്ങൾ അങ്ങനെ സ്വപ്നം കാണുന്നത്. സ്വപ്നം കാണാൻ ടാക്സ് കൊടുക്കണ്ട, സ്വപ്നം കാണൂ. എന്താണ് പാർലമെൻറ്റിൽ രാജ്യസഭയിൽ നടന്നത്? രാജ്യസഭയിലും പതിവ് പോലെ ബഹളം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സഭയിൽ വരുന്നില്ല. ഇപ്പോൾ KC വേണുഗോപാലൊക്കെ ലോക്സഭയിൽ പറഞ്ഞെന്താ, ആഭ്യന്തരമന്ത്രി എന്നും പാർലമെൻറ്റിൽ വരുന്നുണ്ട്, പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരുന്നുണ്ട്, പക്ഷേ സഭയിലേക്ക് വരുന്നില്ല. പേടിയാണ് അമിത്ഷായ്ക്ക്, പേടിയാണെന്ന്. ഒരു പൂവ് പറിക്കുന്ന ലാഘവത്തോടെ അമിത്ഷാ ആർട്ടിക്കിൾ 370 പറിച്ചു മാറ്റിയതിൻ്റെ വാർഷികമായിരുന്നു ഓഗസ്റ്റ് 5, ഇന്നലെ. അപ്പം അത് ചെയ്യാൻ മാത്രം ത്രാണിയുള്ള അമിത്ഷായ്ക്ക് ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ലവർ ഓഫ് പട്ടായ എന്ന് കുമാർ ചെല്ലപ്പൻ സാറ് പറഞ്ഞതുപോലെ ഉള്ള LOPയെ കാണുമ്പോൾ അമിത്ഷായ്ക്ക് പേടിയോ? ഇതിനു മുമ്പുള്ള പാർലമെൻറ്റിലെ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അമിത്ഷാ വന്നങ്ങ് സംസാരിക്കുമ്പോൾ തേഞ്ഞൊട്ടി തവിടുപൊടിയായി പോകുന്ന രാഹുൽ ഗാന്ധി എത്രയെത്ര തവണ നമ്മൾ പാർലമെൻറ്റിൽ കണ്ടിട്ടുണ്ട്. പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി വന്നതിൻ്റെ കണക്ക്, മഹാഭൂരിപക്ഷം ദിവസങ്ങളിലും രാഹുൽ ഗാന്ധി സഭയിൽ വന്നിട്ടില്ല എന്നുള്ള കണക്ക് കഴിഞ്ഞ തവണ അമിത്ഷാ എടുത്ത് അവതരിപ്പിക്കുമ്പോൾ അങ്ങ് ചൂളി വിയർത്തുപോയി രാഹുൽ ഗാന്ധി. അപ്പോൾ അമിത്ഷാ അദ്ദേഹത്തിന് നല്ല പണിയുണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. പക്ഷേ രാജ്യസഭയിൽ ഇത് വന്നപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ആവർത്തിച്ച് ഇത് പറഞ്ഞപ്പോൾ സഭാധ്യക്ഷൻ പറഞ്ഞു, പ്രതിപക്ഷാംഗങ്ങൾ പറയുന്നത് ഗൗരവത്തിലെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കിരൺ റിജിജുവോ മറ്റോ പറഞ്ഞു, അല്ല അത് ഉത്തരവായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ തന്നെ CPR പറഞ്ഞു, ഇത് ഉത്തരവൊന്നുമല്ല, അംഗങ്ങളുടെ ഒരു കൺസേൺ. കാരണം ഇവർക്ക് എന്തൊക്കെയോ വലിയ ആശങ്കയുണ്ട്. അമിത്ഷായെ കാണാത്തതുകൊണ്ട് ഇവർക്ക് ഉറക്കം വരുന്നില്ല. അമിത്ഷാ എവിടെ? അമിത്ഷായ്ക്ക് എന്താ പ്രശ്നം? അമിത്ഷായ്ക്ക് ആരോഗ്യ പ്രശ്നം വല്ലതും ഉണ്ടോ? അമിത്ഷായ്ക്ക് സംസാരിക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? അന്ന് കാണണമല്ലോ. അമിത്ഷായെ കാണാത്തത് കൊണ്ട് വല്ലാത്ത മനപ്രയാസത്തില്ല. കാരണം അമിത്ഷാ വന്നാലേ ഇവർക്ക് ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. അമിത്ഷാ അവിടെ പാർലമെൻറ്റിൽ വന്നു കഴിയുമ്പോൾ ജോൺ ബുട്ടാസ് പറഞ്ഞതുപോലെ മോദിയും അമിത്ഷായൊക്കെ വരുമ്പോൾ ഒരു ചക്രവർത്തിയും തൊട്ടടുത്ത ആളും വരുന്നത് പോലെയുള്ള ഒരു ശാന്തത പാർലമെൻറ്റിൽ വരും. ആളുകൾക്ക് ഒരു ഗൗരവം വരും. ഒരു ഹെഡ്മാസ്റ്റർ ക്ലാസ് മുറിയിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് തോന്നുന്ന ഒരു ശാന്തതയില്ലേ, ഒരച്ചടക്കമില്ലേ? അതൊക്കെയാണ് അമിത്ഷാ വരുമ്പോൾ ഭയമാണ് അമിത്ഷായെ. അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഓരോ വാക്കുകളെയും ഭയപ്പെടുന്ന ആളുകളാണ് പാർലമെൻറ്റിലുള്ളത്. പിന്നെ അവർ പാർലമെൻറ്റിലേക്ക് അമിത്ഷാ വരണം എന്ന് പറയുന്നതിന് പിന്നിൽ കാരണമുണ്ട്. അമിത്ഷാ നല്ല പണിയെടുക്കുന്നത് എന്തിനാണെന്ന് ഇവർക്കറിയാം. അമിത്ഷായുടെ മുന്നിൽ FCRA ബില്ലുണ്ട്, ഡീലിമിറ്റേഷൻ ബില്ലുണ്ട്. ഈ ബില്ലുകളൊക്കെ തയ്യാറാക്കി അവതരിപ്പിക്കാനുള്ള പിടിപ്പത് പണികൊണ്ട് പാർലമെൻറ്റിൽ 22 പേരുടെയോ മറ്റോ പിന്തുണ കൂടി ആവശ്യമുണ്ട്. നമ്മളിത് സംസാരിക്കുമ്പോൾ DMK പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ബില്ലിനെ അനുകൂലിക്കുമെന്ന്. KC വേണുഗോപാൽ നിലവിളിക്കുന്നു ഞാൻ കണ്ടു ചാനലിൽ. അല്ല, നേരത്തെ ബില്ലിനെ എതിർത്തവരാണ് ഇവർ കഴിഞ്ഞ സമ്മേളനത്തിൽ. ഇപ്പോൾ അനുകൂലിക്കും എന്നൊക്കെ പറയുമ്പോൾ BJPയുടെ നിലപാട് വല്ലതും മാറിയിട്ടുണ്ടോ? BJPയുടെ നിലപാടല്ലടേ മാറിയത്, DMKയുടെ നിലപാട് മാറി. കാരണം പോക്രിയാണെങ്കിലും തെമ്പാടിയാണെങ്കിലും 4 ഇടി കൊണ്ട് ജയിലിൽ കിടക്കാൻ സർവ്വതാ യോഗ്യനാണെങ്കിലും ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തത് കോൺഗ്രസ് കൂടെ ചേർന്നുള്ള സർക്കാരാണ്, TVKയുടെ സർക്കാരാണ്. TVKയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മന്ത്രിമാരുണ്ടല്ലോ, TVK മന്ത്രിസഭയിൽ. എവിടെയാണ് DMKയുടെ കൂടെ നിന്ന് DMKയുടെ കാശ് മേടിച്ച് DMKയുടെ വോട്ട് വാങ്ങിച്ച് ജയിച്ച MLAമാരെ ഒറ്റ നിമിഷം കൊണ്ടോ മറുകണ്ഠം ചാടിച്ചു രാഹുൽ ഗാന്ധി. നന്ദി കെട്ടവനാണ് രാഹുൽ ഗാന്ധി എന്ന് DMK പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ മാറിയത് KC വേണുഗോപാലെ DMKയും BJPയും അല്ല, കോൺഗ്രസ്സാണ്. DMKയെ മാറ്റിയത് കോൺഗ്രസ്സാണ്. അതുകൊണ്ട് DMKയുടെ പിന്തുണ ഉറപ്പായി കഴിഞ്ഞു. ഇനി YSR കോൺഗ്രസിൻ്റെ പിന്തുണ വേണം, നവീൻ പട്നായിക്കിൻ്റെ പാർട്ടിയുടെ പിന്തുണ വേണം. DMKയുടെ ഉറപ്പായി കഴിഞ്ഞു. NCP ശരത് പവാർ വിഭാഗത്തിൻ്റെ പിന്തുണ വേണം. അതിനിടയ്ക്ക് FCRA ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ഈ ഡീലിമിറ്റേഷൻ ബില്ലിനെ, അതായത് മണ്ഡലങ്ങളുടെ എണ്ണം, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള ബില്ലിനെ അനുകൂലിക്കുന്ന ചില പാർട്ടികൾ പറയുന്നുണ്ട്. അത് കേൾക്കണം അമിത്ഷായ്ക്ക്. എന്നിട്ട് അതിനുള്ള
മറുവഴി കണ്ടെത്തണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമിത്ഷായ്ക്ക് ചെയ്യാനുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെ ഇടയ്ക്ക് വന്ന് ചില ഷോ കാണിക്കുക, പിന്നെ നേരെ അടുത്ത വണ്ടിക്ക് ബാങ്കോക്കിലേക്ക് പട്ടായയ്ക്ക് പോവുക, ഇതല്ലല്ലോ അമിത്ഷാ ചെയ്യുന്നത്. അമിത്ഷായ്ക്ക് പാസ്പോർട്ട് പോലും ഇല്ല. 25 വർഷത്തോളമായിട്ട് ഇന്ത്യ ഇല്ലാതെ ഒരു രാജ്യത്തിലും പോയിട്ടില്ലാത്ത ഒരു നേതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരിപ്പുണ്ട്. പാസ്പോർട്ട് പോലും ഇല്ല. എൻ്റെ രാജ്യത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെയുണ്ട്. അമിത്ഷാ നിങ്ങളെപ്പോലെ ഈ പട്ടായ ഫുൾ ടൈം പട്ടായയിലും പാർട്ട് ടൈം പാർലമെൻറ്റിലും ഇരിക്കുന്ന ആളല്ല. അത് രാഹുൽ ഗാന്ധിക്ക് അറിയാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അമിത്ഷാ പേടിച്ചിരിക്കുന്നു. അപ്പോൾ CPR പറഞ്ഞത് എന്താ? CPR പറഞ്ഞു ഇവരുടെ വികാരം മാനിക്കണം. ഉടനെ പ്രതിപക്ഷത്തെ അത് വളരെ സന്തോഷിപ്പിച്ചെങ്കിലും ഭരണപക്ഷത്ത് ചില നീരസമൊക്കെ ഉണ്ടായി, ചില ബഹളമൊക്കെ ഉണ്ടായി. അവർ കരുതുന്നത് ജഗദീപ് ധൻഖറിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയാണല്ലോ. ജഗദീപ് ധൻഖറിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? മറ്റേ ഹൈക്കോടതി ജഡ്ജിയില്ലേ, അയാളുടെ വീട്ടിൽ നിന്ന് നോട്ട് കെട്ടുകൾ പിടിച്ച ജഡ്ജി, അയാളെ ഇംപീച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രമേയം വന്നപ്പോൾ പ്രതിപക്ഷം അനുവദിച്ച പ്രമേയത്തിന് അനുമതി കൊടുത്തു. അത് ഭരണപക്ഷത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഭരണപക്ഷമാണ് അത് ചെയ്യേണ്ടിയിരുന്നത്. ഭരണപക്ഷം അനുവദിക്കുന്ന പ്രമേയത്തിനായിരുന്നു രാജ്യസഭാ അധ്യക്ഷൻ അനുമതി കൊടുക്കേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്ത അന്ന് രാത്രി ജഗദീപ് ധൻഖർക്ക് രാജിവെക്കേണ്ടി വന്നു. അത് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ വന്നു. ആരോഗ്യ പ്രശ്നം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ കെജ്രിവാളും പ്രതിപക്ഷ നേതാക്കളുമായിട്ടുള്ള ബന്ധം, കേന്ദ്ര സർക്കാരിനെ അട്ടിമറിക്കാൻ പോലും ഇദ്ദേഹം കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വന്നു. അദ്ദേഹം ഇന്ന് വരെ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് RSSൻ്റെ ഒരു പരിപാടിയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ജഗദീപ് ധൻഖർ RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഭാരതത്തിന് വേണ്ടി നൽകുന്ന സംഭാവനകളെ ശ്ലാഘിച്ച് പ്രസംഗിച്ചു. ഇപ്പോൾ ഇവർ കരുതുന്നത് CPR ഇങ്ങനെ പറഞ്ഞതോടുകൂടി കേന്ദ്ര സർക്കാരിന് അനിഷ്ടം വരും, കേന്ദ്ര സർക്കാർ CPRനെ അങ്ങ് മാറ്റും. ജഗദീപ് ധൻഖർ അല്ല, പപ്പുവിൻ്റെ ടീം അറിയണം. CPR സംഘത്തിലൂടെ വന്ന ആളാണ്. ജഗദീപ് ധൻഖർ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൽ നിന്ന് ജനതാദളിൽ വന്നു. 2003 മറ്റോ BJPയിൽ വന്നു. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു സംഘബന്ധമുള്ള ആളൊന്നും ആയിരുന്നില്ല. വന്നു ചേർന്ന ആളാണ്. വന്നു ചേർന്ന ആളുകൾ ആത്മാർത്ഥമായി സംഘത്തിനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെ ചിലരെയൊക്കെ ഇളക്കാൻ പറ്റിയേക്കും. പക്ഷേ സംഘത്തിലൂടെ സ്ഫുടം ചെയ്തെടുത്ത് വന്ന CPRനെ പോലെയുള്ള ആളുകളെ ഒന്നും ഇത്തരത്തിലൊന്നും കാണാൻ കഴിയില്ല. അദ്ദേഹം പാർലമെൻറ്റിൻ്റെ ഒരു സഭയുടെ അധ്യക്ഷനായിരിക്കെ ആളുകൾ ഞങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കാണണം എന്ന് ബഹളം വെച്ചപ്പോൾ ഇത് പരിഗണിക്കണം എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തിനറിയാം അമിത്ഷാ ഇങ്ങോട്ട് വന്നാൽ ഇവൻ്റെയൊക്കെ പരിപ്പെടുക്കും എന്ന് നല്ല ബോധ്യം CPRനുണ്ട്. അമിത്ഷാ വന്ന് ഇവൻ്റെയൊക്കെ ബഹളവും ശല്യവും കൊണ്ട് പൊറുതിമുട്ടി ഇവർക്കിട്ടൊരു പണി കൊടുത്തതാണ് CPR. എൻ്റെ പൊന്ന് മോട്ടാഭായി, വന്നിട്ട് ഇവനെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യൂ, ഞാനതൊന്ന് കാണട്ടെ എന്ന് സഭാധ്യക്ഷനായ CPR ആഗ്രഹിക്കുന്നുണ്ടാവാം. അത് ഇവർക്ക് ഈ കഴുതകൾക്ക് മനസ്സിലായില്ല. കാരണം അമിത്ഷാ ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ, ഇനി 13-ാം തീയതി മുതൽ 19-ാം തീയതി വരെ പ്രത്യേക സെഷൻ വെച്ചിട്ടുണ്ട്. ഈ സഭ പിരിക്കുന്നതിന് മുമ്പ് 14 ദിവസം മറ്റായി പാർലമെൻറ്റ് കൂടിയിട്ട് ഒറ്റ ദിവസം പോലും ഇവന്മാർ സഭ കൂടാൻ സംഭവിച്ചിട്ടില്ല. ബഹളം വെക്കുക എന്നുള്ളതാണല്ലോ മെയിൻ പരിപാടി. ഒരു കണക്കിന് നല്ലതാണ്. 2 മിനിറ്റ് പോലും എടുക്കാതെ ബില്ലുകൾ പാസ്സാവുന്നുണ്ട്. ജനന മരണ രജിസ്ട്രേഷൻ ബില്ല് പാസ്സായി. സത്യത്തിൽ ഇവിടുത്തെ സുഡാപ്പികൾക്ക് 8ൻ്റെ പടി കൊടുക്കുന്ന ബില്ലാണ്. ആരും അറിഞ്ഞിട്ടില്ല. ആ ബില്ലൊക്കെ അങ്ങ് പാസ്സായി. ഈ ലീഗിലെ ആശാന്മാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പപ്പുവിനൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. നിങ്ങൾ ചർച്ചയെങ്കിലും ചെയ്യുക, അപ്പോൾ ബില്ല് എന്താണെന്നെങ്കിലും മനസ്സിലാവുമല്ലോ. ഇതിപ്പോൾ ഇവർ ബഹളം വെച്ചാൽ ഭരണപക്ഷം ബില്ല് അവതരിപ്പിച്ചിട്ട് ഒരു ചർച്ചയില്ലാതെ അങ്ങ് പാസ്സാക്കും. പിന്നീട് അതിൻ്റെ പണി കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ബില്ലാണോ പാസ്സാക്കിയത് എന്ന് കരുതി അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് നിയമസഭയും പാർലമെൻറ്റും നിയമനിർമ്മാണ വേദികളാണ്. അവിടെ വന്ന് ഷോ കാണിക്കാനും ചായക്കട നടത്താനും ചായ കുടിക്കാനും പത്രസമ്മേളനം നടത്താനും കൂവാനും മാത്രമുള്ള പരിശീലനം നടത്തരുത്. ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ബില്ലുകളെക്കുറിച്ച് ചർച്ച ചെയ്യണം, ബില്ലുകൾ പഠിക്കണം. അത് ചർച്ച ചെയ്യുമ്പോഴേ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് മാത്രമല്ല ജനങ്ങൾക്കും എന്താണ് പുതിയ നിയമമെന്ന് മനസ്സിലാവുകയുള്ളൂ. അത് ചെയ്യാതെ ബഹളം വെക്കുക. ഒരു മിനിറ്റിന് 2.5 ലക്ഷം രൂപയാണ് പാർലമെൻറ്റിൻ്റെ ചിലവ്. എത്ര കോടി രൂപയാണ് എൻ്റെയും നിങ്ങളുടെ പണമാണ് ഈ കാളികൂളി സംഘം, ഈ അലവലാതി സംഘം പാർലമെൻറ്റിൽ പോയി പാഴാക്കുന്നത്. ഏതായാലും വളരെ കൃത്യമായി CPR പ്രതിപക്ഷത്തിന് പണി കൊടുത്തിട്ടുണ്ട്. അമിത്ഷാ വരുന്നേ, വന്നു കഴിഞ്ഞാൽ പിന്നെ അമിത്ഷാ അത് പറഞ്ഞു, അമിത്ഷാ ഇത് പറഞ്ഞു, അമിത്ഷാ മര്യാദ കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞാവും നിലവിളി. ഏതായാലും
പപ്പുവിന് കിട്ടാനുള്ളത് കിട്ടേണ്ട സമയത്ത് കിട്ടിക്കോട്ടെ എന്ന് കരുതി CPR വെച്ച 8ൻ്റെ പണിയാണ് ഇന്ന് പാർലമെൻറ്റിൽ നടന്നത്. അല്ലാതെ ജഗദീപ് ധൻഖറെ പോലെ ചരിത്രം ആവർത്തിക്കാനൊന്നും അല്ല എന്ന് ഈ മണ്ടന്മാർക്ക്, ഈ മടയന്മാർക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. വല്ലതും അകത്തോട്ട് കയറണമെങ്കിൽ അകത്ത് വല്ലതും വേണ്ടേ? ഏതായാലും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പുതിയ വാർത്തകളുമായി നിങ്ങൾക്കൊപ്പം ഇന്ത്യ ലൈവ് ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉറപ്പായിട്ടും ചെയ്യണേ.